1984 ഒക്ടോബർ 31 ഇന്ത്യയെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ദിനം. പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് അന്നാണ്. സ്വന്തം അംഗരക്ഷകരാണ് ഇന്ദിരയ്ക്ക് നേരെ നിറയൊഴിച്ചത്. ബിയാൻ സിംഗും സത്വന്ത് സിംഗും. പിടഞ്ഞു വീണ ഇന്ദിരയെ നോക്കി ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, ഇനി നിങ്ങൾ ചെയ്തുകൊള്ളുക എന്നവർ വിളിച്ചു പറഞ്ഞു. ഇതിൽ ബിയാൻ സിംഗ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റു മരിച്ചു. സത്വന്ത് പിടിയിലായി. ഇയാളെ പിന്നീട് തൂക്കിലേറ്റു. ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട ബിയാന്തിന്റെ അമ്മാവൻ കേഹർ സിംഗും തൂക്കിലേറ്റപ്പെട്ടു. ഇപ്പോൾ ഈ കാര്യം ഉയർന്നു വരുന്നത് കേഹർ സിംഗിന്റെ മകൻ സത്വന്ത് സിംഗ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെയാണ്. മറ്റേത് ഇന്ത്യൻ പൗരനെയും പോലെ കേഹർ സിംഗിന്റെ മകനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ടല്ല സ്ഥാനാർത്ഥിത്വം ചർച്ചയാകുന്നത്. സത്വന്ത് മത്സരിക്കുന്നത് അകാലിദൾ വാരിസ് പഞ്ചാബ് ദേ എന്ന വിഘടനവാദ സ്വഭാവമുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ്. പഞ്ചാബിൽ കുറച്ച് വർഷങ്ങളായി വിഘടനവാദത്തിന്റെ വിത്തുകൾ മുളപ്പിക്കാൻ ശ്രമം നടക്കുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഘടനവാദ ചിന്താഗതിക്ക് പിന്തുണയോ തീവ്ര ചിന്താഗതിയോ ഉള്ള 2 MP-മാരാണ് പഞ്ചാബിൽ നിന്ന് ജയിച്ചത്. അതിലൊരാൾ 2023 ഏപ്രിലിൽ അറസ്റ്റിലായി അസമിലെ ദിബ്രുഗഡ് ജയിലിൽ കഴിയുന്നതിനിടെ കദൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച അമൃത് പാൽ സിംഗ് ആണ്. 2ാം ബിന്ദ്രൻവാല എന്നാണ് പലരും അമൃത് പാലിനെ വിശേഷിപ്പിച്ചിരുന്നത്. രണ്ടാമത്തെയാൾ ഫരീദ് കോട്ടിൽ നിന്നും ജയിച്ച സരബ്ജീത് സിംഗ് കൽസ, ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത ബിയാൻ സിംഗിന്റെ മകൻ. 2023 ഫെബ്രുവരി 23 അമൃത് പാൽ സിംഗിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ദിനമാണ്. അമൃത്സറിനടുത്തുള്ള അജ്നാല പോലീസ് സ്റ്റേഷനിലേക്ക് 100-ലധികം വരുന്ന യുവാക്കൾ ഇരച്ചു കയറി. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ലവ്പ്രീത് സിംഗിനെ മോചിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. ആ സംഘത്തെ നയിച്ചത് അമൃത് പാൽ സിംഗ് ആയിരുന്നു, വാരിസ് പഞ്ചാബ് ദേയുടെ തലവൻ. ഈ സംഭവത്തോടെയാണ് അമൃത് പാൽ സിംഗ് എന്ന പേര് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി. വാരിസ് പഞ്ചാബ് ദേ എന്നാൽ പഞ്ചാബിന്റെ അവകാശികൾ എന്നാണ് അർത്ഥം. നടനും ആക്ടിവിസ്റ്റുമായിരുന്ന ദീപ് സിദ്ധു സ്ഥാപിച്ച സംഘടന. 2022 ദീപ് സിദ്ധു മരിച്ചു. അതിനുശേഷമാണ് വിദേശത്തായിരുന്ന അമൃത് പാൽ നാട്ടിലെത്തി സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. വിഘടനവാദി നേതാവായിരുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ കൊല്ലപ്പെട്ട ബിന്ദ്രൻവാലയുടെ ജന്മഗ്രാമത്തിൽ വെച്ചായിരുന്നു ചുമതലയേൽക്കൽ. തോക്കും വാളുമായി അനുയായികൾ എപ്പോഴും പിന്നീട് അമൃത് പാലിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അമൃത് പാലിന്റെ വരവോടെയാണ് സംഘടനയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുന്നതും. ജീൻസും ടീഷർട്ടും ധരിച്ചിരുന്ന അമൃത് പാലിന്റെ വേഷവിധാനവും ഇതോടെ മാറി. ഖലിസ്ഥാൻ ഒരു പ്രത്യയശാസ്ത്രമാണ്, അതൊരിക്കലും മരിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ അതേ ഗതി അമിത്ഷായ്ക്കും വരും തുടങ്ങി പ്രകോപനപരമായ പരാമർശങ്ങൾ അമൃത് പാൽ നടത്തി. ഒടുവിൽ ദിവസങ്ങൾ നീണ്ട തെരച്ചിലിന് ശേഷം പിടികൂടി ദേശീയ സുരക്ഷാ നിയമം ചുമത്തി ജയിലിലടച്ചു. സുരക്ഷാ കാരണങ്ങളാൽ അസമിലെ ദിബ്രുഗഡ് സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായ അമൃത് പാൽ സിംഗ് ഇപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിഴലിച്ചു നിൽക്കുകയാണ്. അമൃത് പാൽ സിംഗിന്റെ അനുഗ്രഹത്തോടെ ഫരീദ് കോട്ട് MP സരബ്ജീത് സിംഗ് കൽസയുടെ നേതൃത്വത്തിൽ 1.5 വർഷം മുൻപാണ് സംഘടന അകാലിദൾ വാരിസ് പഞ്ചാബ് ദേ എന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറിയത്. നിലവിൽ ഈ പാർട്ടിയിലേക്ക് മറ്റു പരമ്പരാഗത കക്ഷികളിൽ നിന്നുള്ള നേതാക്കളെ ആകർഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ശിരോമണി അകാലിദൾ വിട്ട മൻപ്രീത് സിംഗ് അയാലി അകാലിദൾ വാരിസ് പഞ്ചാബ് ദേയിൽ എത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അകാലിദൾ വൻ തകർച്ച നേരിട്ടപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞ 3 MLA-മാരിൽ ഒരാളായിരുന്നു മൻപ്രീത് സിംഗ് അയാലി. പഞ്ചാബിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതൊരു പുതിയ കാര്യമല്ല. പ്രധാന സിഖ് പാർട്ടിയായി ശിരോമണി അകാലിദൾ ദുർബലമാകുമ്പോഴെല്ലാം പുതിയ നേതാക്കളും താൽക്കാലിക ഗ്രൂപ്പുകളും ഉയർന്നു വരാറുണ്ട്. എന്നാൽ ശക്തമായൊരു പാർട്ടി സംവിധാനം ഉണ്ടാക്കാൻ കഴിയാതെ പിന്നീട് അവർ രാഷ്ട്രീയമായി ഇല്ലാതാകുന്നതാണ് മുൻകാല ചരിത്രം. ഈ തെരഞ്ഞെടുപ്പ് ജയിലിലുള്ള അമൃത് പാൽ സിംഗിന്റെ ഭാവി മാത്രമല്ല നിശ്ചയിക്കുന്നത്. 80കളിൽ പഞ്ചാബിൽ പിടിമുറുക്കിയിരുന്നത് പോലെ
തീവ്ര മതരാഷ്ട്രീയമാണോ അതോ ജോലി, മയക്കുമരുന്ന് പ്രശ്നങ്ങൾ, വിദേശ കുടിയേറ്റം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന യുവാക്കളെ അഭിമുഖീകരിക്കുന്ന പുതിയ കാല രാഷ്ട്രീയമാണോ വേണ്ടത് എന്നുകൂടിയാണ്. അമൃത് പാലിന് ചില പോക്കറ്റുകളിൽ പിന്തുണയുണ്ടെങ്കിലും അതൊരു ശക്തമായ പാർട്ടി സംവിധാനമായി ഇതുവരെ മാറിയിട്ടില്ല. അതിന് കിട്ടുന്ന പിന്തുണ പരമ്പരാഗത വോട്ട് ബാങ്ക് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന അകാലിദളിന് പക്ഷേ കനത്ത വെല്ലുവിളിയാണ്.